DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം പുതിയ സെൻസസ് നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. പരമ്പരാഗതമായ രീതികളിൽ നിന്നും മാറി ഒട്ടനവധി പുതുമകളോടെയും സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണ ജനസംഖ്യാ കണക്കെടുപ്പിന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഈ പുതിയ സെൻസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീട്ടുവിവരങ്ങൾ ഒരു പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം രേഖപ്പെടുത്താമെന്നതാണ്. ജൂൺ 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് കുടുംബവിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യവും ഉണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് പൂർത്തിയാക്കാം. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെയാണ് ഒന്നാം ഘട്ട സെൻസസ്. മുൻകാലങ്ങളിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഫോമുകൾ പൂരിപ്പിക്കുന്നതായിരുന്നു രീതിയെങ്കിൽ ഇത്തവണ സ്മാർട്ട് ഫോണുകളിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയും ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. വിവരശേഖരണം പൂർണ്ണമായും ഡിജിറ്റൽ ആയതിനാൽ കൂടുതൽ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ 30 വരെ കേരളത്തിൽ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് ഒന്നാം ഘട്ട സെൻസസ് ആയ വീടുകളുടെ സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ ഓരോ ബ്ലോക്കിലെയും കെട്ടിടങ്ങളും പ്രധാന കേന്ദ്രങ്ങളും ലാൻഡ്മാർക്കായി ഉൾപ്പെടുത്തി ഒരു ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഒരു വീട് പട്ടിക ബ്ലോക്ക് എന്നത് 700 മുതൽ 800 വരെ ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡിന്റെ ഭാഗമാണ്. ആകെ 34 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റംഗങ്ങളോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ ആദ്യം sc.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുക്കേണ്ടതാണ്. അടുത്ത സ്ക്രീനിൽ കുടുംബനാഥന്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ രേഖപ്പെടുത്തിയ ശേഷം മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന OTP നൽകി സ്ഥിരീകരിക്കണം. തുടർന്ന് ജില്ലയുടെ പേരും വീടുള്ള സ്ഥലവും നൽകി മാപ്പിൽ സ്വന്തം വീട് കണ്ടെത്തി റെഡ് മാർക്കർ അതിനു മുകളിൽ സ്ഥാപിച്ച് ലൊക്കേഷൻ സേവ് ചെയ്യണം. ലൊക്കേഷൻ സ്ഥിരീകരിച്ച ശേഷം സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം 11 അക്കങ്ങളുള്ള ഒരു SCID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുന്ന സമയത്ത് ഈ ID അവർക്ക് കൈമാറണം. കെട്ടിട നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബനാഥൻ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ഈ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തിയാണ് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ ചെയ്യാവുന്നതുമാണ്. വരി നമ്പർ, കെട്ടിട നമ്പർ, സെൻസസ് വീടിന്റെ നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ പേര്, ഈ വീടിന്റെ ഉടമസ്ഥത തുടങ്ങി 33 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായും സ്മാർട്ട് ഫോൺ അധിഷ്ഠിത സംവിധാനത്തിലായതിനാൽ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീട്ടിലെത്തി ജനങ്ങളെ പറ്റിക്കുന്ന തട്ടിപ്പുകാരെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. വീട്ടിലെത്തുന്ന എന്യൂമറേറ്ററുടെ ഫോണിലെ ഔദ്യോഗിക QR കോഡ് സ്കാൻ ചെയ്ത് ജനങ്ങൾക്ക് അവരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താം. സെൻസസ് നടപടികളുടെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ OTP നമ്പറോ യാതൊരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥനും നൽകേണ്ടതില്ല എന്ന് പൊതുജനങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ സെൻസസ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലാണ് പിന്നിടാൻ പോകുന്നത്. കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പു നൽകുന്ന ഈ പുത്തൻ സംവിധാനത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ നാം എല്ലാവരും തയ്യാറാകണം. അനാവശ്യ ഭയങ്ങൾ ഒഴിവാക്കി നിശ്ചിത തീയതിക്കുള്ളിൽ വിവരങ്ങൾ സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ വ്യാജ തട്ടിപ്പുകൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്താനും ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.